സ്തുതിയായിരിക്കട്ടെ. വിശാല സ്നേഹമുള്ളവരെ, നമുക്കിന്നേറെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. നല്ലവനായ ദൈവം നമ്മുടെ ഇടവകയ്ക്ക് ഒരു പുതിയ വികാരി അച്ഛനെ നൽകിയിരിക്കുന്ന ഒരു ദിവസം കൂടിയാണിന്ന്. നിങ്ങൾക്കെല്ലാവർക്കും ഒരുപക്ഷെ അച്ഛനെ പരിചയമുണ്ടായിരിക്കാം. ബഹുമാനപ്പെട്ട സിബി പുളിക്കൽ അച്ഛൻ. അച്ഛൻ ഇതിനു മുൻപ് അഡിലേഡിലായിരുന്നു അവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. സൗത്ത് സെൻട്രൽ, ഇങ്ങനെ രണ്ട് ഇടവകയിലായിട്ടാണ് അച്ഛൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മുടെ വികാരിയായിട്ട് അച്ഛൻ ഇന്ന് ചാർജ് ഏറ്റെടുക്കുകയാണ്. അച്ഛൻ്റെ ഇന്നത്തെ വിശുദ്ധ കുർബാനയ്ക്ക് രണ്ട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഈ ദേവാലയം നിർമ്മിച്ചതിന് ശേഷം അച്ഛൻ ഇവിടെ അർപ്പിക്കുന്ന ആദ്യത്തെ ബലിയാണ്. രണ്ടാമത്തെ പ്രത്യേകത, വികാരിയായിട്ട് ഇവിടെ അർപ്പിക്കുന്ന ആദ്യത്തെ വിശുദ്ധ കുർബാനയും കൂടിയാണ്. അതുകൊണ്ട് ഈ ബലിക്ക് വളരെയേറെ പ്രത്യേകതകളുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും ഒക്കെ നമുക്ക് സമർപ്പിച്ച് അച്ഛനോട് ചേർന്ന് ഈ ബലിയിൽ നമുക്ക് പങ്കുചേരാം. അച്ഛനെ നമ്മൾ ഔദ്യോഗികമായിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സ്വാഗതം ചെയ്യുന്നുണ്ട്. എങ്കിലും ഇന്ന് ഈ വിശുദ്ധ കുർബാനയ്ക്കായിട്ട് നമ്മൾ അണഞ്ഞിരിക്കുന്ന ഈ സമയം നമ്മുടെ ഇടവകാംഗങ്ങൾ എല്ലാവരുടെയും പേരിൽ അച്ഛനെ നമ്മുടെ ഇടവകയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛനു വേണ്ടി നിങ്ങളെല്ലാവരും ഇന്ന് നമുക്കെല്ലാവർക്കും ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് മുതൽ വികാരിയായിട്ട് അച്ഛനിവിടെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ നമ്മുടെ ഇടവകയുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക് ദൈവത്തിൻ്റെ മുൻപിൽ ദൈവം ഏൽപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തുകൊണ്ട് നന്നായി ഈ വരുന്ന കാലഘട്ടങ്ങളിൽ ഈ ഇടവകയെ നയിക്കാൻ വേണ്ട കരുത്ത് അച്ഛന് നൽകണമേ എന്ന ഈ വിശുദ്ധ ബലിയിൽ നമുക്കെല്ലാവർക്കും അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് അച്ഛനോടൊപ്പം ബലി അർപ്പിക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അനുഗ്രഹീതമായ ഈ അൾത്താരയുടെ മുമ്പിൽ നമ്മൾ ബലിയർപ്പിക്കുമ്പം തമ്പുരാൻ്റെ മുമ്പിൽ നന്ദി നിറഞ്ഞ മനസ്സോടുകൂടെ നമുക്കായിരിക്കാം. ഈ ദേവാലയ ഈ കമ്മ്യൂണിറ്റി ഇവിടെ തുടങ്ങാൻ ആരംഭമിട്ട ജോണി അച്ഛൻ മുതൽ ഫ്രാൻസിസ് അച്ഛൻ വരെയുള്ള എല്ലാ വൈദികരെയും, അഭിമന്യ ബോസ്കോ പിതാവിനെയും ജോൺ പിതാവിനെയും ഞാൻ ഈ ബലിവേദിയിൽ ഓർത്ത് ഈ ബലിയർപ്പിക്കുന്നു. അങ്ങനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവജനത്തെ വിശുദ്ധിയോടെ പരിപാലിക്കാനുള്ള കൃപ തരണമേ എന്ന് നിങ്ങളും ഈ ബലിയിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു നിമിഷം കണ്ണുകളടച്ച് തമ്പുരാൻ്റെ അൾത്താരയിലേക്ക് നമ്മളെയും നമ്മുടെ ഇടവകയെയും നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് ഭക്തിയോടെ നമുക്ക് ഈ ബലി അർപ്പിക്കാം. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയുടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം, ഗുരുവിൻ സ്നേഹമൊടിയാദം തിരുമുൻപാകെ അണച്ചിടാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം.
ചെയ്യുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനും സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരേണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രന്റെ രക്ഷാരഹസ്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ വഴി തിരുസഭയിലൂടെ തുടരുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, നിൻ ദാസന്മാർ നിൻ സ്തുതിഗീതം പാടുന്നു. നീതിയെഴുന്നവരെല്ലാരും നിൻ തിരുനാമം വാഴ്ത്തുന്നു. കർത്താവേ, നിൻ റൂഹായേ പാരിലയയ്ക്കാൻ കനിയണമേ. അഖിലവും അപ്പോഴുരുവാകും നൂതനമായി ഭവിച്ചിടും. നാഥാ, നിൻ കൃപ എന്നാളും നിന്റെ വിശുദ്ധർ കണ്ടെത്തും. നിൻ രാജ്യത്തിൻ മഹിമയവ മർത്യരെ നിത്യവും അറിയിക്കും. ഭക്തജനത്തിൽ കർത്താവേ, സംപ്രീതൻ നീയൻ പാടും. ശരണം നിന്നിലണച്ചിടും. നരരിൽ ബോധം കൊള്ളുന്നു. എന്നാളും ഭരണാധിപനായി കർത്താവേ നീ വാഴുന്നു. സിഹിയോനേ, നിൻ ദൈവമിതാ തലമുറ തലമുറ നിലനിൽപ്പൂ. താതനും അതുപോലാത്മജനും റൂഹായ്ക്കും സ്തുതിയെന്നേക്കും. ആദിമുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ദൈവവചനം ശ്രവിക്കുവിൻ. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. ദൈവം അനുഗ്രഹിക്കട്ടെ. വഴിയിൽ നിന്നെ കാക്കുന്നതിനും ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകുന്നതിനുമായി ഇതാ ഒരു ദൂതനെ നിന്റെ മുമ്പിൽ ഞാൻ അയക്കുന്നു. എൻ്റെ നാമം അവനിലുള്ളതുകൊണ്ട് അവനെ സൂക്ഷിച്ചുകൊള്ളുക. അവൻ്റെ സ്വരം നീ കേൾക്കുക. അവനെ പ്രകോപിപ്പിക്കാൻ പാടില്ല. കാരണം നിങ്ങളുടെ അതിക്രമം അവൻ ക്ഷമിക്കുകയില്ല. എന്നാൽ നീ അവൻ്റെ സ്വരം കൃത്യമായി അനുസരിക്കുകയും ഞാൻ കൽപ്പിക്കുന്നതെല്ലാം നിറവേറ്റുകയും ചെയ്യുമെങ്കിൽ നിന്റെ ശത്രുക്കൾക്ക് ഞാൻ ശത്രുവായിരിക്കും. നിന്നെ ക്ലേശിപ്പിക്കുന്നവരെ ഞാൻ ക്ലേശിപ്പിക്കും. എൻ്റെ ദൂതൻ നിന്റെ മുമ്പിൽ നടന്ന് അമോര്യർ, ഹിത്യർ, പെരീസിയർ, കാനാന്യർ, ഹിവ്യർ, ജബൂസിയർ
എന്നിവരുടെ അടുത്തേക്ക് നിന്നെ കൊണ്ടുപോകും. അനന്തരം ഞാൻ അവനെ അപ്രത്യക്ഷനാക്കും. നാടവകാശമാക്കുമ്പോൾ നീ അവരുടെ ദേവന്മാരെ ആരാധിക്കരുത്, അവരെ ശുശ്രൂഷിക്കരുത്. അവരുടെ പ്രവൃത്തികൾ നീ അനുവർത്തിക്കരുത്, മറിച്ച് അവരെ നീ തച്ചുടയ്ക്കണം. അവരുടെ സ്തംഭങ്ങൾ തകർത്ത് തരിപ്പണമാക്കണം. എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ശുശ്രൂഷിക്കണം. അപ്പോൾ അവിടുന്ന് നിന്റെ അപ്പവും വെള്ളവും ആശീർവദിക്കും. നിന്റെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും. നിന്റെ നാട്ടിൽ ഗർഭം അലസിപ്പോയവളോ വന്ധ്യയോ ഉണ്ടാവുകയില്ല. നിങ്ങളുടെ ദിനങ്ങളുടെ എണ്ണം ഞാൻ പൂർണ്ണമാക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, പൗലോസ്ലിയ റോമ സഭയ്ക്ക് എഴുതിയ ലേഖനം. എൻ്റെ സഹോദരരെ, നിങ്ങൾ നന്മയാൽ പൂരിതരും എല്ലാ അറിവും തികഞ്ഞവരും പരസ്പരം ഉപദേശിക്കാൻ കഴിവുള്ളവരുമാണെന്ന കാര്യത്തിൽ നിങ്ങളെക്കുറിച്ച് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ദൈവം എനിക്ക് നൽകിയ കൃപയാൽ ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് സധൈര്യം എഴുതിയത്. ജനതകളുടെ ബലിവസ്തു സ്വീകാര്യം പരിശുദ്ധാത്മാവിനാൽ പവിത്രീകൃതവും ആകേണ്ടതിന് ഞാൻ ദൈവത്തിൻ്റെ സുവിശേഷത്തിന് പുരോഹിത ശുശ്രൂഷ ചെയ്തുകൊണ്ട് ജനതകൾക്ക് വേണ്ടി ഈശോ മിശിഹായുടെ ശുശ്രൂഷകനായി. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടിയുള്ള ജോലിയെക്കുറിച്ച് എനിക്ക് ഈശോ മിശിഹായിൽ അഭിമാനിക്കാൻ കഴിയും. ജനതകളുടെ അനുസരണം നേടിയെടുക്കേണ്ടതിന് വാക്കാലും പ്രവൃത്തിയാലും അടയാളങ്ങളാലും അത്ഭുതങ്ങളുടെയും ശക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലും ഞാൻ വഴി മിശിഹ പ്രവർത്തിച്ചതൊഴികെ ഒന്നിനെക്കുറിച്ചും സംസാരിക്കാൻ ഞാൻ തുനികയില്ല. തന്നിമിത്തം ഞാൻ ജെറുസലേം തുടങ്ങി ഇല്ലരിക്കോൺ വരെ ചുറ്റി സഞ്ചരിച്ച് മിശിഹായുടെ സുവിശേഷം പൂർത്തിയാക്കി. അങ്ങനെ മറ്റൊരുവൻ സ്ഥാപിച്ച അടിസ്ഥാനത്തിന്മേൽ പണിയാതെ മിശിഹായെ ഞാൻ അറിയാത്ത സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുന്നതിൽ ഞാൻ ഉത്സാഹം കാണിച്ചു. ഒരിക്കലും അറിയപ്പെടാത്തവനെ അവർ കാണും, കേട്ടിട്ടില്ലാത്തവർ മനസ്സിലാക്കുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നിർമ്മലമായൊരു ഹൃദയം നാഥ അലിവോടെങ്ങിൽ ഉരുവാക്കണമേ. ദൈവികമാം തവ ചൈതന്യം നീ നൂതനമാക്കി തീർക്കണമെന്നിൽ. നിന്നുടെ പാവന റൂഹായേ നീ എന്നിൽ നിന്നുമെടുത്തിടല്ലേ. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം.
നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോ 12 പേരെയും അടുക്കൽ വിളിച്ച് സകല പിശാചുക്കളുടെയും മേൽ അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രഘോഷിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും അവൻ അവരെ അയച്ചു. ഈശോ പറഞ്ഞു, യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത്. 2 ഉടുപ്പും ഉണ്ടായിരിക്കരുത്. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിക്കുന്നുവോ അവിടെ താമസിക്കുക, അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യുക. ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ ആ പട്ടണത്തിൽ നിന്ന് പോകുമ്പോൾ അവർക്കെതിരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ പാദത്തിലെ പൊടി തട്ടിക്കളയുവിൻ. അവർ പുറപ്പെട്ട് ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് എല്ലായിടത്തും സദ്വാർത്ത അറിയിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്തു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിൽ ഏറ്റവും വാത്സല്യം നിറഞ്ഞ സഹോദരങ്ങളെ, അഭിമന്യ പിതാവ് ഇവിടുത്തെ വികാരിയായി എന്നെ നിയമിച്ചുകൊണ്ടുള്ള നിയമന പത്രം ഞാൻ വായിക്കുകയാണ്. പീസ് ആൻഡ് അപ്പസ്റ്റോളിക് ബ്ലെസ്സിംഗ്. Dear brothers and sisters who are members of St. Thomas Syro-Malabar Parish, Melbourne, South East, I am happy to inform you that I have appointed Father Sibi Kurian Pulikal as your parish priest with effect from 7th June 2026. I exhort you all to accept your new parish priest as your spiritual father. Pray for him, respect him, cooperate with him, and assist him. Invoking the grace of God upon you and blessing you in the name of the Father and of the Son and of the Holy Spirit, John Parandotathil CMI, Bishop of the Syro-Malabar Eparchy of Melbourne. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഞാനിപ്പോൾ വായിച്ച് കേൾപ്പിച്ച ഈ ലെറ്ററാണ് ഞാനിവിടെ നിൽക്കാനുള്ള അധികാരം എനിക്ക് നൽകുന്നത്. മെൽബൺ സൗത്ത് ഈസ്റ്റ് പാരീഷിൻ്റെ വികാരിയായി എൻ്റെ പ്രഥമ ദിവ്യബലി ഇവിടെ ഞാൻ അർപ്പിക്കുമ്പോൾ ദൈവത്തോട് അളവറ്റ നന്ദിയും ദൈവത്തോട് അളവറ്റ കടപ്പാടും മാത്രമേ എനിക്കുള്ളൂ. പൗരോഹിത്യ പട്ടം സ്വീകരിച്ചിട്ട് 31 വർഷമായി. ഞാൻ 1996 ജനുവരി 1-ാം തീയതിയാണ് പശുക്കടവ് എന്ന ഇടവകയിൽ വെച്ച്, താമരശ്ശേരി രൂപതയിലെ പശുക്കട ഇടവകയിൽ വെച്ച് അഭിവന്യ തൂങ്കുഴി പിതാവിൽ നിന്ന് ഞാൻ വൈദിക പട്ടം സ്വീകരിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ദൈവം എന്നെ കൊണ്ടു നടന്ന വഴികളെല്ലാം ഓർക്കുമ്പം ദൈവത്തോട് അളവറ്റ നന്ദി മാത്രമേ എനിക്കുള്ളൂ. ദൈവം ഏൽപ്പിച്ചത് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ചെയ്യുക എന്നത് മാത്രമാണ് എൻ്റെ ഉത്തരവാദിത്വം. ഈ കഴിഞ്ഞ 31 വർഷങ്ങളിൽ ഞാൻ ബലിയർപ്പിച്ച ദേവാലയങ്ങളും അൾത്താരകളും എനിക്ക് അനുഗ്രഹത്തിൻ്റെ ഉറവിടങ്ങളായിരുന്നു. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ വിശുദ്ധ ബലി അർപ്പിക്കാൻ, പ്രാർത്ഥിക്കാൻ, അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ ദൈവം എന്നെ വിളിച്ചിട്ടുണ്ട്, എന്നെ നിയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തത് ആലുവ മംഗലപ്പുഴ സെമിനാരിയിലാണ്. എൻ്റെ ജീവിതത്തിൻ്റെ സിംഹഭാഗവും ഞാൻ ജീവിച്ചത് അവിടെയാണ്. 7 വർഷക്കാലം വൈദിക വിദ്യാർത്ഥിയായും 20 വർഷക്കാലം അധ്യാപകനായും, അങ്ങനെ 27 വർഷം ഞാൻ വളർന്നത്
എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തത് ആലുവ മംഗലപ്പുഴ സെമിനാരിയിലാണ്. എന്നെ രൂപപ്പെടുത്തുന്നതിൽ ആ സ്ഥാപനം വഹിച്ച പങ്ക് വളരെ വലുതാണ്. നിങ്ങൾ മംഗലപ്പുഴ സെമിനാരിയിൽ ചെല്ലുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ദേവാലയങ്ങളിലൊന്നായി തലയെടുപ്പോടെ നിൽക്കുന്ന ദേവാലയമാണ് ആലുവ മംഗലപ്പുഴ സെമിനാരിയുടെ ദേവാലയം ചാപ്പൽ. അതിവിശിഷ്ടമായ മാർബിളുകളാലും രത്നങ്ങളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന ദേവാലയമാണത്. സ്പാനിഷ് മിഷണറിമാര് ആ ദേവാലയം പണിയുമ്പം കേരളത്തിൽ മുഴുവൻ ദാരിദ്ര്യമായിരുന്നു. അന്നവർ ഇറ്റലിയിൽ നിന്നും സ്പെയിനിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും ഇറക്കുമതി ചെയ്ത മാർബിളും പെയിന്റിങ്ങുകളും ഒക്കെ കൊണ്ട് അലങ്കരിച്ചപ്പം അവർക്കൊരു കാര്യം പഠിപ്പിക്കാനുണ്ടായിരുന്നു. ഒരച്ഛൻ്റെ ജീവിതം ദേവാലയത്തെയും ബലിപീഠത്തെയും ചുറ്റിപ്പറ്റിയായിരിക്കണം എന്നുള്ളത്. പ്രധാന അൾത്താരയിൽ അച്ഛൻ ബലിയർപ്പിക്കുന്ന സ്ഥലത്ത് ആ മാർബിളിൽ കൊത്തിവെച്ചിരിക്കുന്നത് സൈന്യങ്ങളുടെ കർത്താവായ ദൈവത്തെക്കുറിച്ചുള്ള തീഷ്ണതയാൽ ഞാൻ എരിയുന്നു എന്നാണ്. ആ മാർബിളിൽ ചവിട്ടി നിന്നാണ് ഓരോ ദിവസവും അവിടെ അച്ഛന്മാർ ബലിയർപ്പിക്കുന്നത്. ഞാനിത് പറഞ്ഞു വന്നത് എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ സിംഹഭാഗവും ഞാൻ അവിടെ ചെലവഴിച്ചപ്പോൾ വിശുദ്ധരായ ആ വൈദികർ ഞങ്ങളെ പഠിപ്പിച്ച കാര്യം മരണം വരെ കൊണ്ടു നടക്കണമെന്ന്, എൻ്റെ ശുശ്രൂഷയിൽ ഉണ്ടായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുതന്നെയായിരിക്കും ഇവിടെയും എന്നെ നയിക്കുക. സൈന്യങ്ങളുടെ കർത്താവിനെ കുറിച്ചുള്ള തീഷ്ണതയാൽ ഞാൻ എരിയുന്നു. സൈന്യങ്ങളുടെ കർത്താവിനെ കുറിച്ചുള്ള തീഷ്ണതയാൽ ഞാൻ എരിയുന്നു. ബലിപീഠത്തോടും ദേവാലയത്തോടും അളവറ്റ സ്നേഹവും ഭക്തിയും പ്രകടിപ്പിക്കുന്നതാണ് ഒരു വൈദികന്റെ ജീവിതത്തിൻ്റെ ഊർജമെന്ന് അവർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ദൈവം ഈ മെൽബൺ രൂപതയിൽ ഏറ്റവും അനുഗ്രഹിച്ച ഒരിടവക സമൂഹത്തിലാണ് ശുശ്രൂഷ ചെയ്യാൻ അവിടുന്ന് എന്നെ നിയോഗിച്ചതിപ്പോൾ. ഈ ദൗത്യം ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. ഇന്നത്തെ തിരുവചനം അതിനേറ്റവും അനുയോജ്യമായ തിരുവചന ഭാഗമാണ്. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങളാണ് തിരുസഭ നമുക്കിന്ന് ഈ ശുശ്രൂഷയിൽ വിചിന്തനത്തിനായി തരിക. ശിഷ്യന്മാരെ വിളിച്ച് അവരെ ദൗത്യമേൽപ്പിച്ച് പറഞ്ഞയക്കുന്ന സംഭവമാണത്. ഈ വചനഭാഗം വായിച്ച് ധ്യാനിച്ചപ്പോൾ ഇന്ന് ഈ മെൽബൺ സൗത്ത് ഈസ്റ്റ് ഇടവകയിലേക്ക് ദൈവം എന്നെ അയച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുതന്നെയാണ് യാഥാർത്ഥ്യവും. അതുകൊണ്ട് ഈശോ പറഞ്ഞത് അതേപടി പ്രാവർത്തികമാക്കാൻ അവിടുത്തെ പുരോഹിതൻ എന്ന രീതിയിൽ എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾ അതിനായി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. ആ തിരുവചന ഭാഗത്തിൻ്റെ പ്രത്യേകത എന്താണ് അതിൻ്റെ സന്ദേശം? ഒന്നാമത്തേത്, അവൻ തൻ്റെ 12 ശിഷ്യന്മാരെയും അടുത്തു വിളിച്ചു, എന്നിട്ട് അവരെ പറഞ്ഞയച്ചു. മലയാളത്തിലെ ട്രാൻസ്ലേഷൻ അത്ര ശരിയല്ല എന്ന് പറഞ്ഞാൽ ഭാഷയ്ക്ക് പരിമിതികളുണ്ട്. അത് ഭാഷകൾ പലതും പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ചില വാക്കുകൾ ഒരു ഭാഷയിലേക്കും തർജിമ ചെയ്യാൻ പറ്റില്ല.
അതുകൊണ്ടാണ് ഓരോ ഭാഷയ്ക്കും അതിൻ്റെതായ സൗന്ദര്യമുള്ളത്, ശ്രേഷ്ഠതയുള്ളത്. മലയാളത്തിലെ ചില വാക്കുകൾ ഏത് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താലും അതിൻ്റെ ഒറിജിനൽ മീനിങ് കിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ എല്ലാ ഭാഷയ്ക്കുമുണ്ട്. യേശു തന്നെ അടുത്തു വിളിച്ചു എന്നുള്ളത് യഥാർത്ഥത്തിൽ തിരുവചനം വരേണ്ടത് ഹി കോൾഡ് ദം ടുഗെദർ എന്നാണ്. അവരെ വിളിച്ചൊരുമിച്ച് കൂട്ടി എന്നാണ് അതിൻ്റെ യഥാർത്ഥ ഗ്രീക്ക് മൂലത്തിൻ്റെ അർത്ഥം. അവരെ ഒരുമിച്ച് കൂട്ടി, വിളിച്ചിട്ട് ഒരുമിച്ച് കൂട്ടി. The first message of the passage is that any ministry in the church must be a ministry of a community. Before starting every ministry, you should come together. കൂട്ടായ്മയിലെ ശുശ്രൂഷ ചെയ്യാൻ പറ്റുകയുള്ളൂ. അവൻ ആദ്യം ഒരുമിച്ച് കൂട്ടുകയാണ്. And we are all called together. And why he has called us? And it is for a mission. അതുകൊണ്ട് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ച് അവബോധമുള്ളപ്പം ഞായറാഴ്ച കുർബാന എന്താണെന്ന്, അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾക്ക് വളരെയേറെ മനസ്സിലാകും. ഞായറാഴ്ച കുർബാനയിൽ തമ്പുരാൻ നമ്മളെ വിളിച്ച് കൊണ്ടുവന്നതാണ്. യു ആർ ഓൾ കോൾഡ് ബൈ ജീസസ്. നിങ്ങൾക്കറിയാം, ഞാൻ പരിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് പഠിച്ചത്. 20 വർഷം പഠിപ്പിച്ചത് പരിശുദ്ധ കുർബാനയെക്കുറിച്ചാണ്. എൻ്റെ ധ്യാന ശുശ്രൂഷകളെല്ലാം പരിശുദ്ധ കുർബാനയെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് എവിടെയൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ടോ അവിടെ പറയാറുണ്ട്, തമ്പുരാൻ വിളിക്കുന്നതാണ് ഞായറാഴ്ച കുർബാനയ്ക്ക്. അവൻ വിളിച്ചിട്ടാണ് നമ്മൾ വരുന്നത്. ഞാൻ കുട്ടികളോട് പറയാറുണ്ട്, യൂഷ്വലി യു ആർ ആസ്കിങ് എ ക്വസ്റ്റ്യൻ, why should we come to the church on Sundays? And many of my friends are not going. Why my parents are compelling me? To those questions, I have answers, and I will tell the students about that. But mainly, let me tell you one thing. അവൻ നമ്മളെ വിളിച്ചതാണ്. ഞായറാഴ്ച കുർബാനയ്ക്ക് വരണമെങ്കിൽ ഒരു കാര്യം ഒരിക്കലും മറക്കരുത്. There is someone who is waiting you in the tabernacle. നിന്നെ കാത്തിരിക്കുന്ന, എന്നെ കാത്തിരിക്കുന്ന ഒരു ഈശോയുണ്ട്. അവൻ എന്തിനാണ് വിളിച്ചത്? എന്നെ ഒരു ദൗത്യം ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ദൗത്യമാണ് ഈശോ ശിഷ്യന്മാരെ ഏൽപ്പിച്ചത്, അവരെ പറഞ്ഞയച്ചത്. ആ ദൗത്യം ഏൽപ്പിക്കണമെങ്കിൽ ഏറ്റവും ആദ്യം ഉണ്ടായിരിക്കേണ്ടത് ഒരുമിച്ച് വരിക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഇടവകയുടെ ജീവിതത്തിൻ്റെയും നമ്മുടെ കുടുംബ ജീവിതത്തിൻ്റെയും വ്യക്തി ജീവിതത്തിൻ്റെയും ശക്തി കേന്ദ്രമായി നമ്മുടെ ഞായറാഴ്ച ആചരണത്തെ, ബലിയർപ്പണത്തെ മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം. ആ ഒരുമിച്ച് വരല് അത് യാഥാർത്ഥ്യമാകുന്ന നിമിഷമാണ് ഞായറാഴ്ച എന്ന് പറയുന്നത്. ആദിമ ക്രൈസ്തവർ ജീവിച്ചിരുന്നത് ഞായറാഴ്ചയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. ഞായറാഴ്ചയ്ക്ക് വേണ്ടി ജീവിക്കുന്ന സമൂഹമാണ്. ഞാൻ എപ്പോഴും എൻ്റെ ഇടവകയിൽ പറയാറുണ്ടായിരുന്നു, എൻ്റെ ഇടവക്കാർ ഞാൻ അറിയാതെ രാവിലെ വന്നപ്പോൾ ഇവിടെ നിന്ന് വന്നിരിപ്പുണ്ട്, പള്ളിയിലുണ്ട്, എൻ്റെ പള്ളിയിലെ കപ്പിയാരുണ്ട്, വൈകിട്ടത്തെ കുർബാനയ്ക്ക് ചെല്ലേണ്ടതാണ്, പഴയ കൈക്കാരന്മാരെല്ലാവരും ഉണ്ട്. ഞാൻ അവരോട് എപ്പോഴും പറയുമായിരുന്നു, ഞായറാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. Because it gives us the energy. ഒരാഴ്ച മുഴുവൻ ജീവിക്കാനുള്ള സർവശക്തിയിൽ ലഭിക്കുന്ന ശക്തി കേന്ദ്രമാണ് ഈ ദേവാലയം എന്ന് പ്രിയമുള്ളവരെ മറക്കരുത്. അത് തമ്പുരാൻ നമുക്ക് തന്നിരിക്കുന്ന അവസരമാണ്. അതിനെ മറക്കാതിരിക്കണം. അപ്പം തമ്പുരാൻ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. നമ്മളെ ഒരുമിച്ച് കൂട്ടി എന്തിനു വേണ്ടിയിട്ടാണ്? ഐക്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. ലാറ്റിൻ കുർബാനയിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുള്ളവരാണ്. ലാറ്റിൻ കുർബാന അവസാനിക്കുന്നത് ഇപ്രകാരമാണ്: ഈത്തെ മീസ എസ്ത്. അങ്ങനെ പറഞ്ഞിട്ടാണ് കുർബാനയുടെ ദിവ്യബലി സമാപിച്ചു.
അതല്ല യഥാർത്ഥത്തിൽ ആ കുർബാനയുടെ ഒറിജിനൽ. അതല്ല ഒറിജിനൽ ഈത്തെ മീസ എസ്ത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഗോ, യു ആർ സെൻഡ് ഔട്ട് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഗോ, യു ആർ സെൻഡ് ഔട്ട്. നിനക്ക് ആവശ്യമുള്ള കൃപയെല്ലാം തന്നു. നൗ യു ഹാവ് എ മിഷൻ, സോ ഗോ, യു ആർ സെൻഡ് ഔട്ട്. പ്രിയമുള്ളവരെ, ഒരു ക്രൈസ്തവ സമൂഹം എന്ന രീതിയിൽ ഞായറാഴ്ച ആചരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഈ ദേശത്തെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ വ്യക്തി ജീവിതത്തെയും വിശുദ്ധീകരിക്കാനാണ് ഈശോ നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് ഈ കമ്മിങ് ടുഗെദർ ഇസ് വെരി ഇമ്പോർട്ടൻ്റ്. ഈ കൂട്ടായ്മ അത് നമ്മളുടെ ലക്ഷ്യമാണ്. ഇനി അവൻ എന്താണ് തന്നത്? He gave them power and authority. അവനവർക്ക് അധികാരം കൊടുത്തു, അവനവർക്ക് ശക്തി കൊടുത്തു. പവർ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന് ഉപയോഗിച്ചിരിക്കുന്ന അതേ വാക്കാണ് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്, ഡ്യുനാമിസ്. അവനവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുത്തു, അധികാരവും കൊടുത്തു. ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടുന്നത് ഈ ബലിയിലാണ്. അധികാരപ്പെടുത്തുകയാണ് തമ്പുരാൻ. അതുകൊണ്ട് ഈ രണ്ട് ശക്തിയോട് കൂടെ പോകാനായിട്ട് നമുക്ക് പറ്റണം. അധികാരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു ഗിഫ്റ്റാണ്. അതൊരിക്കലും നെഗറ്റീവായിട്ട് എടുക്കരുത്. ദൈവം തരുന്ന സമ്മാനമാണത്. അതിനെ ശുശ്രൂഷയ്ക്കുള്ളതാണ്. ആ രീതിയിൽ എടുക്കാൻ ദൈവത്തിന് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം അധികാരവും അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തപ്പം ഒരു കാര്യം അവരെ ഓർമ്മിപ്പിക്കാനാണ്. ഈശോയാണ് കൊടുത്തത്, ആ ഓർമ്മയിൽ വേണം അവർ ശുശ്രൂഷ ചെയ്യാൻ. എന്ന് ദൈവത്തോടുള്ള ബന്ധം കുറയുന്നുവോ അന്ന് ഈ അധികാരവും ശക്തിയും നഷ്ടപ്പെട്ടു പോകും. നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ യാചിക്കുന്നത്, ദൈവത്തോട് എന്നും വിശ്വസ്തനായിരുന്നു കൊണ്ട് എൻ്റെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മറന്ന് ശിഷ്യന്മാർ പ്രവർത്തിച്ചപ്പം ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ തന്നെ 40-ാമത്തെ തിരുവചനത്തിൽ അമ്പെ പരാജയപ്പെട്ട് ഓടി വന്നവരുണ്ട്. ഒരു ദുഷ്ടാത്മാവിനെ പുറത്താക്കാൻ ശിഷ്യന്മാരോട് ഒരപ്പൻ യാചിച്ചപ്പോൾ തൻ്റെ മകന് വേണ്ടിയിട്ട് അവർ പഠിച്ച പടി 18 നോക്കി അധികാരത്തോടെ പറഞ്ഞു പുറത്തു പോടാന്ന് പറഞ്ഞു. അവനൊന്നും പുറത്തു പോയില്ല. അവസാനം ഈശോയുടെ അടുത്ത് കൊണ്ടുവന്നു. ഈശോ അവനെ പുറത്താക്കി. നാണം കെട്ട് വൈകുന്നേരം വന്ന് ചോദിച്ചു രഹസ്യത്തിൽ, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് പറ്റാതെ പോയത്? കാരണം നീയല്ലേ ഞങ്ങളോട് പറഞ്ഞത് നിനക്ക് അധികാരവും ശക്തിയും തന്നിട്ടുണ്ടെന്ന്. അവിടെ ഈശോ പറഞ്ഞ ഒരു കാര്യമുണ്ട്, പ്രാർത്ഥനയും ഉപവാസവും കൂടാതെ ഈ വർഗം പുറത്തു പോവില്ല. ഒരു വൈദികന്റെ ശക്തി എന്ന് പറയുന്നത് ദൈവം കൊടുത്ത അധികാരം പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും ശക്തിപ്പെടുമ്പോൾ മാത്രമാണ്. അതിന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അവസാനമായി ഈശോ ഇവരെയൊക്കെ ഒരുമിച്ച് കൂട്ടിയപ്പോൾ ഈ അധികാരവും ശക്തിയും എല്ലാം ഒരു ദൈവാരാധനയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. 1-ാമത്തെ വായനയിൽ നമ്മൾ വായിച്ചു കേട്ടു, നിങ്ങൾ എന്നെ ആരാധിക്കണം. ആരാധിക്കുമ്പോൾ നിങ്ങളുടെ ദേശത്ത് നിന്ന് സകല തിന്മകളും വിട്ടുപോകും. നിങ്ങളുടെ ഭക്ഷണപാനീയങ്ങൾ ഞാൻ ആശീർവദിക്കും. പ്രിയമുള്ളവരെ, നമ്മളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്ന ഒരു സമൂഹമായി വളരാൻ നമുക്ക് സാധിക്കട്ടെ. അതിനായി പ്രാർത്ഥിക്കുന്നു. അതുമാത്രമായിരിക്കും നമ്മുടെ ലക്ഷ്യം. ദൈവത്തിന് ശ്രേഷ്ഠമായ ആരാധന അർപ്പിക്കുന്നിടത്ത് ഒന്നും അസാധ്യമായിട്ടില്ല. ആരാധനയും പ്രാർത്ഥനയും എന്ന് കുറയുന്നുവോ അന്ന് നമ്മുടെ ജീവിതത്തിൽ ദുരിതങ്ങളും ആരംഭിക്കും. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് തന്ന ഈ മനോഹരമായ ദേവാലയത്തിൽ അങ്ങേക്ക് യോജിച്ച വിധത്തിലുള്ള ബലിയർപ്പണം നടക്കാൻ, ആരാധന നടക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവവചനത്തിന് അനുസരിച്ച് ജീവിക്കാൻ, തമ്പുരാൻ അയക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ, തമ്പുരാൻ പറയുന്ന ശുശ്രൂഷ ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ. ഒരു സമൂഹമായി, ഒരു ആരാധന സമൂഹമായി മുന്നോട്ട് പോകാം. 2-ാം വത്തിക്കാൻ സുനകദോസിന് ശേഷം സഭയെ വിളിക്കുന്ന പേര് ഇറ്റ്സ് എ വർഷിപ്പിംഗ് കമ്മ്യൂണിറ്റി എന്നാണ്. ആരാധിക്കുന്ന സമൂഹത്തെയാണ് സഭയെന്ന് വിളിക്കുന്നത്. അങ്ങനെ യഥാർത്ഥ സഭയായി തീരാം, ആരാധിക്കുന്ന സമൂഹമായി. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഭക്തിയോടുകൂടെ
കുർബാനയുടെ തുടർന്നുള്ള ഭാഗങ്ങളിൽ നമുക്ക് പങ്കുചേരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. അരുളി ചെയ്ത മിശിഹായെ, സുവിശേഷ ഭാഗ്യങ്ങൾക്കൊത്ത വിധം ജീവിച്ചുകൊണ്ട് നിന്റെ സത്യത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ പിതാവായ മാർ തോമസ് ശ്ലീഹായുടെ മാതൃകയനുസരിച്ച് സത്യവിശ്വാസത്തിനു വേണ്ടി മരിക്കുവാൻ സന്നദ്ധരായ അനേകം പരിശുദ്ധരെ സഭയ്ക്ക് നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിശുദ്ധ കൂദാശകളിലൂടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ പവിത്രീകരിക്കുകയും ദൈവിക ജീവൻ നൽകുകയും ചെയ്യുന്ന കർത്താവെ, കൗദാശിക ജീവിതത്തിലൂടെ വിശുദ്ധിയിൽ വളരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പീഡനങ്ങളിലും ക്ലേശങ്ങളിലും സ്ലീഹന്മാർക്ക് പ്രത്യാശയും ധൈര്യവും പ്രദാനം ചെയ്യുവാൻ പരിശുദ്ധാത്മാവിനെ നൽകിയ കർത്താവെ, ജീവിത ക്ലേശങ്ങളുടെ മധ്യ വസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യവും നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ജീവിതത്തിൻ്റെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും പ്രേക്ഷിതരായി ലോകമെങ്ങും പ്രശോഭിക്കുവാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവൻ്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ലയോ 14 പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലിത്തായെയും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോൺ മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവായ മിശിഹായെ, നിന്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ പൂരിതരായ സ്ലീഹന്മാരെ സുവിശേഷം പ്രസംഗിക്കാൻ നിയോഗിച്ച കർത്താവേ, ഉദ്ധിതനായ നിന്നെ അനുഭവിച്ചറിയുന്നതിനും രക്ഷയുടെ സുവിശേഷം ലോകമെങ്ങും പ്രഘോഷിക്കുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ മനുഷ്യരും നിന്നെ രക്ഷകനായി ഏറ്റുപറഞ്ഞ് മഹത്വപ്പെടുത്തുന്നതിനിടയാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. വിശുദ്ധ ബലിയിൽ കർത്താവിനെ സ്തുതിക്കുവിൻ. ആത്മജനും പാവനരൂഹായും ത്രിത്വവുമേകവുമാ മാനവബുദ്ധിക്ക് സത്യം ദുർഗ്രഹമായി നിലനിൽക്കുന്നു. ആദിയുമന്തവുമില്ലാതെ മഹിതം ദൈവസ്വഭാവത്തിൽ വാണിടും ത്രിത്വം സ്തുത്യർഹൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കനികാമറിയത്തിൻ്റെയും നീതിമാനായ മറിയൂസേപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കലുണ്ടാകട്ടെ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്നിൽ ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മയോടുകൂടി വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കലുണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ.
യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായിയും. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെയും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏക കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏക സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തടിക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസിമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപ്പൊലീത്താമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരീ സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തെ നിത്യജീവനും കാരണമാകട്ടെ. ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ അങ്ങയെ ശക്തരാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ.
നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മധ്യസ്ഥൻ വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അബ്രാഹാം ഇസഹാക്ക് യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാ ന്യായവുമാണത് യുക്തവുമാ ന്യായവുമാണത് യുക്തവുമാ ന്യായവുമാണത് യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ 10,000 മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമേന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരുമരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ ഉന്നത വീതിയിലോശാന ദാവീദിൻ സുതനോശാന കർത്താവിൻ തിരുനാമത്തിൽ
വീതിയിൽ ഹോശാന ഹോശാന. കർത്താവായ ദൈവമേ, സ്വർഗീയഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസ് അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനാ നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനാ അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ലയോ 14 പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായ്ക്കും ഞങ്ങളുടെ പിതാവിൻ്റെ ഉപതാധ്യക്ഷനുമായ മാർ ജോൺ മെത്രാനും പുരോഹിതന്മാർ, സംസ്ഥാനമാർ, സമർപ്പിതരൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലിഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധമർത്തിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും
ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപുറം കാത്തിരിക്കുന്ന ഈ ജനത്തിനും അയോഗ്യനായ എനിക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശു മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവും അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവും രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഈർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ മൂലരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകതനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ബലിപീഠത്തിൽ നിൽക്കുന്ന ഈ ശുശ്രൂഷയെ സുഗന്ധപൂരിതനാക്കണമേ. ദൈവമേ, കാരുണ്യം പ്രത്യാശപരം കാത്തിരിക്കുന്ന ഈ ജനത്തെ പരിമളപൂരിതനാക്കണമേ. ദൈവമേ, മിശിഹായുടെ തിരുക്കല്ലറയുടെ സാദൃശ്യവും അവിടുത്തെ സിംഹാസനവുമായ ബലിപീഠത്തെയും പാപമോചകമായ തിരുശരീര രക്തങ്ങളെയും പരിമളപൂരിതമാക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുതിയർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ
കർത്താവേ, ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചും കൊണ്ട് നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതയുമാങ്ങിയ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നദ്ധയിൽ എപ്പോഴും നിഷ്കളങ്കരായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരേണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. കുർബാന വിശുദ്ധീകരണത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. ഇതാ മിശിഹായുടെ ശരീരരക്തങ്ങളാകുന്ന നിഗൂഢ രഹസ്യങ്ങൾ നൽകപ്പെടുന്നു. ഈ ആത്മീയ വിരുന്നിനെ മാലാഖമാരുടെ ഗണങ്ങൾ പ്രകീർത്തിക്കുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, രക്ഷകന്റെ കൃപയാൽ ദൈവപുത്രനായ മിശിഹായുടെ തിരുശരീര രക്തങ്ങളെ നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടെ സമീപിക്കുകയും സ്വീകരിക്കുകയും ഹല്ലേലൂയ പാടി സ്തുതിക്കുകയും ചെയ്യാം. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ സുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച്
ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, പാപികളും ബലഹീനരുമായ ഞങ്ങളെ പരിശുദ്ധ റൂഹായുടെ ദാനങ്ങൾ നൽകി അനുഗ്രഹിച്ച് ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാവരോടും സുവിശേഷം അറിയിക്കാൻ നിയോഗിക്കപ്പെട്ട ഞങ്ങളെ അങ്ങ് തിരുവചനത്താൽ പ്രകാശിപ്പിക്കുകയും ആത്മീയ ഭോജനത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്തു. നിടനതമായ സ്നേഹത്തിന് നിരന്തരം കൃതജ്ഞത അർപ്പിക്കാൻ ഞങ്ങൾ കടപ്പെട്ടവനാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ മിശിഹായെ നിന്റെ ശരീരവും രക്തവും നൽകി പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ പൗത്രീകരിച്ചതിനെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും നിനക്ക് സാക്ഷികളാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗവാസികളോടും ഭൂവാസികളോടും ചേർന്ന് ഈ അനന്തദാനത്തിന് നിനക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സ്നേഹപിതാവാം സകലേശൻ സൃഷ്ടിച്ചല്ലോ മാനവരെ, തൻ പ്രിയസുതനാൽ രക്ഷിച്ചു. റൂഹാതൻ വരം ഏകുകയാ, ത്രിത്വസ്തുതികൾ പാടിമുതാ, ദിവ്യരഹസ്യം ഘോഷിക്കും. നമ്മിൽ മാനവ സ്നേഹിതനാ നാഥൻ തൻ കൃപ ചൊരിയട്ടെ. പരിപാവനമീ യാഗത്തിൽ പങ്കാളികളായി തീർന്നവരാ, നമ്മെ നിതാന്തം സകലേശൻ പ്രേഷിതരായി നയിക്കട്ടെ. ജീവനെഴും തിരുസ്ലീവായ നിങ്ങൾ മുദ്രിതരാകട്ടെ, സംരക്ഷിതരായി തീരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിത്യപുരോഹിതനായ ഈശോ, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ അഭിഷിക്ത കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കൾ അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനു വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യസൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. അങ്ങയോടുകൂടെ ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ സദാ ഉത്സുകരാകട്ടെ. കർത്താവേ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസിനി സന്യാസിമാരെയും ആത്മായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. വൈദികരുടെ രാജ്ഞിയായ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിലെ സ്നേഹമുള്ളവരെയും ഏറ്റവും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട സിബി പുളിക്കൽ അച്ഛനെ നമ്മുടെ ഇടവകയുടെ പുതിയ വികാരിയായി ചാർജ് എടുത്തിരിക്കുന്ന ഈ സമയം നമുക്കേറെ സന്തോഷത്തോടെ നമ്മുടെ ഇടവകയിലേക്ക് സ്വാഗതം ചെയ്യാം. അച്ഛൻ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ അച്ഛൻ 1996 ജനുവരി 1 താമരശ്ശേരി രൂപതയ്ക്ക് വേണ്ടി
പൗരോഹിത്യം സ്വീകരിച്ചത്. അച്ഛൻ്റെ മാതാപിതാക്കൾ കുര്യൻ, അമ്മ മേരി ആണ്. പിതാവ് മരിച്ചുപോയി, അമ്മ വീട്ടിലുണ്ട്. പ്രിയ പേരൻസിനെ നമുക്ക് ഈ സമയം നന്ദിയോടെ ഓർമ്മിക്കാം. അതുപോലെ തന്നെ അച്ഛനൊരു ഒരു അച്ഛൻ തന്നെയാണ്, ഫാദർ ബിനു പുളിക്കൽ. ഇപ്പോൾ കണ്ണോത്ത് ഇടവകയിൽ വികാരിയായിട്ട് സേവനം ചെയ്യുന്നുണ്ട്. അച്ഛൻ 2002 തിയോളജിയിൽ, ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ആളാണ്. അതിനുശേഷം അച്ഛൻ പൗരോഹിത്യം സ്വീകരിച്ചതിന് ശേഷം അസിസ്റ്റൻ്റ് വികാരിയായി ആനക്കാമ്പൊയിൽ, വേണപ്പാറ, തോട്ടുമുഖം എന്നീ ഇടവകകളിലും, വികാരിയായി പാന്തല്ലൂർ ഇടവകയിലും സേവനം ചെയ്തിട്ടുണ്ട്. തുടർന്ന് 19 വർഷക്കാലം അച്ഛൻ സൂചിപ്പിച്ചതുപോലെ മംഗലപ്പുഴ സെൻറ്റ് ജോസഫ് പുൻഡിവികൽ സെമിനാരിയിൽ പ്രൊഫസറായിട്ട് അച്ഛൻ സേവനം ചെയ്യുകയായിരുന്നു. 2022 മുതലാണ് നമ്മുടെ മെൽബൺ രൂപതയിൽ അച്ഛൻ ശുശ്രൂഷ ചെയ്യാനായിട്ട് തുടങ്ങിയത്. 2022 മുതൽ അച്ഛൻ ഇവിടെ വന്നു. അതിനുശേഷം കഴിഞ്ഞ 3.5 വർഷക്കാലമായിട്ട് അച്ഛൻ അഡിലൈഡിലുള്ള സൗത്ത് സെൻട്രൽ ഈ പാരീഷുകളിൽ അവിടെ ഫൊറോന വികാരിയായിരുന്നു. അതുപോലെ തന്നെ നോർത്ത് പള്ളിയിലും ഒക്കെ അച്ഛൻ ആ 3 ദേവാലയങ്ങളിലും അച്ഛൻ ഓടി നടന്ന് ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. ഇതാണ് അച്ഛൻ്റെ ഒരു ചെറിയ ചരിത്രം. ബാക്കി വഴിയെ നിങ്ങൾ അറിഞ്ഞുകൊള്ളൂ, എല്ലാം കൂടി ഇപ്പോൾ പറഞ്ഞാൽ ആരും ഓർത്തിരിക്കില്ല. അതുകൊണ്ട് പക്ഷെ അച്ഛന് വളരെ സ്നേഹത്തോടു കൂടിയും വളരെ പ്രാർത്ഥനയോടുകൂടിയും ആത്മീയമായും ഭൗതികവുമായും നമ്മുടെ ഇടവകയെ മുന്നോട്ട് നയിക്കാനുള്ള എല്ലാ കരുത്തും അച്ഛനുണ്ട് എന്ന് എനിക്കറിയാം. ഒരു മാസം അഡിലൈഡിലൊന്ന് ഒരു സുഖവാസത്തിന് വേണ്ടി പോയിരുന്നു. നിങ്ങൾക്കറിയാം, അവിടെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സമയമായിരുന്നു. അതുകൊണ്ട് സുഖവാസം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആളുകൾ വളരെ സ്നേഹമുള്ളവരായിരുന്നു. അവിടെ കുറച്ച് പേര് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം അവിടെ അച്ഛനെ അവർ സ്നേഹിക്കുന്നത് കണ്ടപ്പം എന്നെയും അതുപോലെ എന്നെ സ്നേഹിച്ചു കേട്ടോ. ഞാൻ 1 മാസം ഉണ്ടായിരുന്നുള്ളെങ്കിലും വളരെ സുഖകരമായിരുന്നു അവിടുത്തെ ജീവിതം. വളരെ താല്പര്യത്തോടും സ്നേഹത്തോടും കൂടെ അച്ഛനെ കൊണ്ടു നടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അസൂയപ്പെട്ടു പോയി. ഇത്രയും സ്നേഹിക്കുന്ന മനുഷ്യർ ഇവിടെ ഉണ്ടല്ലോ. അപ്പം അച്ഛൻ അതുപോലെ അവരെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവർ തിരിച്ച് സ്നേഹിക്കുന്നതെന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെയും അങ്ങനെ തന്നെയായിരിക്കും. കുറച്ച് കാലം കഴിയുമ്പം ഇവിടെ നിന്ന് അതുപോലെ നിങ്ങളും അച്ഛനെ കൊണ്ടു നടക്കുമെന്ന് എനിക്കറിയാം. അഡിലൈഡിൽ നിന്ന് വന്ന ആളുകൾ ഇവിടെയുണ്ട്. അവരുടെ ഒരു ഹൃദയത്തിലുള്ള മുഴുവൻ സ്നേഹവും അവർ അച്ഛന് കൊടുക്കുകയായിരുന്നു. ഇവിടുത്തെ ആളുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ ഡബിൾ ചങ്കുള്ളവരാണ്, 2 ഹൃദയമുണ്ട്. അതുകൊണ്ട് കൂടുതൽ സ്നേഹം അച്ഛന് കിട്ടും. എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അച്ഛന് ആ ഒരു സ്നേഹം കിട്ടും. അതുപോലെ ഇവർ അച്ഛനെ സ്നേഹിക്കും. നമ്മുടെ ഇവിടെ ജീവിച്ചു പോകാൻ ഞാൻ അച്ഛനോടല്ല, ഇന്നലെ അവിടെ നിന്ന് വന്നവരോട് അച്ഛനോട് തന്നെ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ഈ ഇടവകയുടെ ഒരു പ്രത്യേകത, ഇവിടെയുള്ള ഒരു 85% ആൾക്കാരും 60 വയസ്സിൽ താഴെയുള്ളവരാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ അടുത്തിരിക്കുന്നവരെ നോക്കി, ആരും 65 വയസ്സിന് കൂടുതലുള്ളവരില്ല. വളരെ ചുരുക്കം നമ്മുടെ മാത്യുച്ചേട്ടനെ പോലെയുള്ള അപ്പച്ചനെ പോലെ ഉള്ള കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാവരും ചെറുപ്പക്കാരായ നാഥന്മാരും ഒക്കെയുള്ള വളരെ ആക്റ്റീവായിട്ടുള്ളൊരു ഇടവകയാണെന്ന് ഞാൻ അച്ഛനൊരു ഇൻട്രഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അച്ഛനോട് ചേർന്ന് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ടുള്ള കാലഘട്ടം നമ്മുടെ ഇടവകയെ നയിക്കാൻ അച്ഛന് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നമുക്ക് നല്ലൊരു കയ്യടി കൊടുത്ത് ഒരു പൂച്ചെണ്ട് നൽകി അച്ഛനെ കൈകാര്യമാർ ചെയ്യുന്നു. ഏതാനും ചില അറിയിപ്പുകൾ. കഴിഞ്ഞ ഞായറാഴ്ചത്തെ സ്തോത്ര കാഴ്ച 4205. ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ട അറേഞ്ച്മെൻറ്റ്സുകൾ നടത്തിയത് അവർ ലേഡി ഓഫ് ഫാത്തിമ ഫ്രയർ വാർഡാണ്, റോസ്ബെഡ്. അവർക്ക് ദൈവാനുഗ്രഹവും നന്ദിയും നേരുന്നു. അടുത്ത ഞായറാഴ്ച വിശുദ്ധ കുർബാന അറേഞ്ച്മെൻറ്റ്സ് നടത്തേണ്ടത് സെൻറ്റ് പോൾസ് ഫ്രയർ വാർഡാണ്, ക്രാൻബേൺ ഈസ്റ്റ്. അടുത്ത ഞായറാഴ്ച ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പാരീഷ് കൗൺസിൽ മീറ്റിംഗ് ഉണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ ഇന്നും സ്നാക്സ് സെയിലുണ്ട്, എല്ലാവരും സഹകരിക്കുക. റിമി ടോമിയുടെ ചാരിറ്റി ഷോ അത് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനോട് എല്ലാവരും കൂടുതൽ സഹകരിക്കുക. SMIMൻ്റെ യൂത്ത് ഗ്യാതറിംഗ് എല്ലാ തിങ്കളാഴ്ചത്തെയും പോലെ നാളെയും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ 11-ാം തീയതി ജൂൺ ഈവനിങ് ഹോളി കുർബാനയ്ക്ക് ശേഷം വ്യാഴാഴ്ച വൈകുന്നേരം ഇവിടെയും യൂത്തിൻ്റെ ഗ്യാതറിംഗ് ഉണ്ടായിരിക്കും. കാറ്റഗിസം അസസ്മെൻറ്റ് 21-ാം തീയതി ഞായറാഴ്ചയാണ്. കുട്ടികളെ എല്ലാവരും അതിനുവേണ്ടി ഒരുക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ കുട്ടികളുടെ കയ്യിൽ പരീക്ഷ എഴുതുന്നതിനാവശ്യമായ റൈറ്റിംഗ് പാഡും പേനയും ഒക്കെ എല്ലാവരും കൊടുത്തുവിടണം എന്ന കാര്യവും പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്.
സ്നേഹമുള്ളവരെ, എനിക്കും സ്ഥലം മാറ്റം ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. അതുകൊണ്ട് ഞാൻ കെയ്ൻസിനാണ് അവിടെ വികാരിയായിട്ട് സേവനം ചെയ്യാനായിട്ട് പോണത്. നേരത്തെ നിങ്ങളെല്ലാവരും തന്നെ അറിഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ജൂലൈ 5-ാം തീയതി ഞായറാഴ്ച ഇവിടെ നിന്ന് പോകും. അന്ന് രാവിലെ പോകും. അതുകൊണ്ട് 21-ാം തീയതി ഞായറാഴ്ചയായിരിക്കും ഞാനിവിടെ അവസാനമായിട്ട് ഞായറാഴ്ച കുർബാന ചെല്ലുന്നത്. അച്ഛന് പറയാൻ പറ്റില്ല, വന്നല്ലോ. അതുകൊണ്ട് ഞാൻ തന്നെ പറയുന്നതാണ്. അവിടെ വികാരി അച്ഛൻ ഇല്ലല്ലോ, അതുകൊണ്ട് ഇപ്പോൾ അച്ഛൻ ചാർജ് എടുത്തുള്ളതുകൊണ്ട്. അപ്പം 21-ാം തീയതി ഞായറാഴ്ച ആണ് ഞാൻ അവസാനത്തെ കുർബാന ചെല്ലുന്നത്. അപ്പം നിങ്ങളുടെ നന്ദി പറയുന്നല്ല, അന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം. അന്ന് നമുക്ക് ഒരു വിശുദ്ധ കുർബാനയായിരിക്കും ഉണ്ടായിരിക്കുക. കാരണം അന്നത്തോടു കൂടി നമ്മുടെ വെക്കേഷൻ തുടങ്ങാൻ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങളുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി തന്നേ ഉള്ളൂ. ഞാൻ അച്ഛൻ 1 മാസം ഇവിടെ ഉണ്ടല്ലോ എന്ന് വിചാരിക്കണ്ട എന്ന് വിചാരിച്ച്. അതുകൊണ്ട് ആ ഒരു അറിയിപ്പ് പ്രത്യേകം അറിയിക്കുകയാണ്. കെയ്ൻസിനാണ്. പലരും പല സ്ഥലം എന്നോട് പറഞ്ഞിരുന്നു. അഡിലെയ്ഡ് പറഞ്ഞു, ബ്രിസ്ബെയിനിലൊരു സ്ഥലം പറഞ്ഞു, പിന്നെ എവിടെ ഏതൊക്കെയോ സ്ഥലങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതെല്ലാ സ്ഥലവും എനിക്ക് സന്തോഷമുള്ള സ്ഥലമാണ്, പക്ഷേ അവസാനം കെയ്ൻസ് തന്നെയാണ്. നിങ്ങൾ കുറേ പേര് അങ്ങോട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. അത് അഡിലെയ്ഡുകാർ വന്നതുപോലെ സ്നേഹം കൊണ്ടല്ല, ഇവർ പിക്നിക്കിന് വേണ്ടിയിട്ട് നേരത്തെ ടിക്കറ്റ് എടുത്തിരിക്കുന്ന കേട്ടോ. ഞാൻ പോകുന്ന ഈ ദിവസങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദി. നമുക്ക് ഗാനം ആലപിച്ച് പുറത്തേക്ക് പോകാം. പ്രിയമുള്ളവരെ, നമുക്ക് വഴിയെ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. അത് കൊച്ചസിൻ്റെ കാര്യം ഞാൻ പിന്നീട് പറഞ്ഞുകൊള്ളാം. ഒത്തിരി നന്ദി. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കുന്നു. നമ്മൾ പ്രാർത്ഥനയിൽ എന്നെയും ഓർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മാതാവേ, നിൻ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയോടൊപ്പം എന്നെ ഇരുത്താമോ? അമ്മേ മാതാവേ, നിൻ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയോടൊപ്പം എന്നെ ഇരുത്താമോ? അമ്മേ മാതാവേ, നിൻ കയ്യിലിരിക്കുമ്പോൾ ഉണ്ണീശോയോടുള്ള സ്നേഹം നൽകാമോ? അമ്മേ മാതാവേ, നിൻ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയോടൊപ്പം എന്നെ ഇരുത്താമോ? ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. സിയോൻ ശാലയിലെ നീറും ആകുല ചിത്തങ്ങൾ ആത്മാവിൽ നിറയാൻ സ്നേഹത്താരാട്ടായമ്മ. സിയോൻ ശാലയിലെ നീറും ആകുല ചിത്തങ്ങൾ ആത്മാവിൽ നിറയാൻ സ്നേഹത്താരാട്ടായമ്മ. മക്കളെയോത്തിനിയും തോരാതൊഴുകും പ്രാർത്ഥനകൾ ഒപ്പിയെടുക്കുന്ന സ്നേഹത്തൂവാലയമ്മ. ഒരമ്മയാൽ ദൈവം തെളിയുന്ന സ്നേഹ കണ്ണാടിയാണമ്മ. ആ അമ്മതൻ കുഞ്ഞായി മാറ്റുന്ന സ്നേഹത്തിൻ മന്ത്രം ജപമാല. അമ്മേ മാതാവേ, നിൻ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയോടൊപ്പം എന്നെ ഇരുത്താമോ? അമ്മേ മാതാവേ, നിൻ കയ്യിലിരിക്കുമ്പോൾ ഉണ്ണീശോയോടുള്ള
മാതാവേ നിൻ കയ്യിലിരിക്കും